നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൽ റേഡിയേറ്ററിനകത്ത് കൂളൻ്റ് ഒഴിക്കുന്നതിന് പകരം സാധാ ഡിസ്റ്റിൽഡ് വാട്ടർ മാത്രം ഒഴിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു ചോദ്യം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം ഇങ്ങനെയാണ്, അത് ചോദിച്ചിരിക്കുന്ന വ്യക്തി സതീർത്ത് മച്ചാൻ. മച്ചാനെ നമസ്കാരം. ഓക്കെ, ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, റേഡിയേറ്ററിൽ കൂളൻ്റ് ഇല്ലാതെ ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ച് സ്റ്റാർട്ട് ആകുമോ? പ്ലീസ് റിപ്ലൈ. വീഡിയോ ആക്കുമോ പ്ലീസ്? ഷുവർ ആയിട്ടും വീഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ സംഭവം നല്ലൊരു ചോദ്യമാണ്. കാരണം കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നും, കൂളൻ്റ് ഒഴിക്കുന്നതിന് പകരം വെറും ഡിസ്റ്റിൽഡ് വാട്ടർ മാത്രം ഒഴിച്ചാൽ. കാരണം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, സാധാരണ മിനറൽ വാട്ടറോ അല്ലെങ്കിൽ സാധാ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മിനറൽസിൻ്റെ അംശമുണ്ട്, അത് ചിലപ്പം പായൽ പിടിക്കും, ചിലപ്പോഴും നല്ലാതെ പായൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, ചെളിയാകും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ പ്യുവർ ഡിസ്റ്റിൽഡ് വാട്ടർ മാത്രം ഒഴിച്ച് കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? അതായത് പ്യുവർ ഡിസ്റ്റിൽഡ് വാട്ടർ മാത്രം ഒഴിച്ച് കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടാകും, വാഹനം ഓടിക്കാൻ സാധിക്കും, ഓവർ ഹീറ്റോ കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് കൂളൻ്റ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്? അത്രയും പൈസ കളയണ്ടല്ലോ. ഡിസ്റ്റിൽഡ് വാട്ടറിന് ആകെപ്പാടെ 15 രൂപ മാത്രമേ ഉള്ളൂ 1 ലിറ്ററിൻ്റെ വില. പിന്നെ എന്തിനാണ് നമ്മൾ കൂളൻ്റ് യൂസ് ചെയ്യുന്നത്? അപ്പം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ വെള്ളം ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ ആവിയായി പോകാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്, പ്രത്യേകിച്ച് ചൂട് വരുന്ന സമയത്ത്. ഇനി തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ, അതായത് തണുപ്പുള്ളതെന്ന് പറഞ്ഞാൽ നല്ല ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം ഐസാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മുടെ വാഹനത്തിനകത്തുള്ള കൂളൻ്റിൽ വെറും ഡിസ്റ്റിൽഡ് വാട്ടർ ആണെങ്കിൽ അത് പെട്ടെന്ന് ഐസ് പിടിക്കും. അങ്ങനെ ഐസായി കഴിഞ്ഞാൽ ഈ പറയുന്നൊരു സർക്കുലേഷനോ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, വാഹനത്തിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് കൂളൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് കൂളൻ്റ് ഓരോ ടൈപ്പ് ഉണ്ട്. ഈ കൂളൻ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ഫ്രീസ് ആകുന്നൊരു ടെമ്പറേച്ചർ വളരെ താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്നൊന്നും ഐസാകത്തില്ല, നല്ല ബോയിലിംഗ് ടെമ്പറേച്ചറും കൂടുതലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കൂളൻ്റ് തന്നെ യൂസ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. കാരണം സാധാരണ ഡിസ്റ്റിൽഡ് വാട്ടറോ വെറും പച്ചവെള്ളമോ കാര്യങ്ങളോ യൂസ് ചെയ്യാത്തതിൻ്റെ പ്രധാന കാര്യം. അപ്പം ഇനിയെങ്കിലും നമുക്ക് ആ ഒരു ഡൗട്ട് തീർന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇത് വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു പോരുന്നത്. ജസ്റ്റ് കൂളൻറ്റിൻ്റെ സാധനം, അതായത് ഒരു സാധനം യൂസ് ചെയ്യുന്നത് അതിൻ്റേതായ ഫങ്ഷൻസ് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂളൻ്റ് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് തണുപ്പ് സ്ഥലങ്ങളിലും ഒരുപാട് ചൂട് സ്ഥലങ്ങളിൽ വലിയ പ്രശ്നം വരുന്നില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ കൂടുതൽ ആവിയാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലുണ്ട്. അതുകൊണ്ട് കഴിവതും നമ്മൾ വാഹനത്തിനകത്ത് കൂളൻ്റ് തന്നെ ഫില്ല് ചെയ്യാവുള്ളൂ. കൂളൻ്റ് മാത്രമല്ല, കൂളൻ്റ് പ്ലസ് ഡിസ്റ്റിൽഡ് വാട്ടർ, അതിൻ്റെ റേഷ്യോ അനുസരിച്ച് നമ്മൾ മിക്സ് ചെയ്യണം. കാരണം പെട്രോൾ വാഹനങ്ങളാണെങ്കിൽ 70:30 ആണ് വരുന്നത്, ഡീസൽ വാഹനങ്ങൾക്ക് 50:50 ആണ് വരുന്നത്. അതായത് 50% വാട്ടറും 50% കൂളൻ്റുമാണ് യൂസ് ചെയ്യുന്നത്.